ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ രാവിലത്തെ തിരക്ക് പിടിച്ച കുറച്ച് വിശേഷങ്ങളായിട്ടാണ് കേട്ടോ ഞാൻ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇന്നലെ മോൾക്ക് ഒരു പട്ടുപാവാടയും അതിനൊരു ക്രോപ്പ് ടോപ്പും ഒക്കെ തയ്ച്ച് ലൈറ്റ് നൈറ്റായിട്ടാട്ടോ കിടന്നത്. അപ്പോൾ അന്നേരം ഇതൊന്നും ഒതുക്കി വെക്കാനൊരു മൂഡുണ്ടായില്ല. എങ്ങനെയെങ്കിലും ഒന്ന് കിടന്നാൽ മതി എന്ന് ഓർത്ത് വേഗം വന്ന് കിടക്കുക കേട്ടോ ചെയ്തത്. അപ്പോൾ രാവിലെ എഴുന്നേറ്റപ്പോൾ എല്ലാം നിരന്ന് കിടക്കുക. എന്നാൽ പിന്നെ അത് ആദ്യമേ തന്നെ അങ്ങ് ഒതുക്കി സെറ്റാക്കി വെച്ചിട്ട് കിച്ചണിലേക്ക് കയറാമെന്ന് വെച്ചു കേട്ടോ. ഇതാണ് കേട്ടോ അവക്കടെ ക്രോപ്പ് ടോപ്പ്. പിന്നെ അംബർല സ്കേർട്ട് പോലെയാണ് പാവാട തയ്ച്ചേക്കണേ. പിന്നെ അതങ്ങ് മടക്കി ആദ്യമേ എടുത്തു വെച്ചു. ഒപ്പം മോൻ്റെ മുണ്ടും ഷർട്ടും കൂടെ എടുത്ത് സെറ്റാക്കി വെച്ചു. അതെന്തിനാന്ന് വെച്ചാൽ ഇക്കാക്ക് സമയം പോലെ മക്കൾസിൻ്റെ അലമ്പ് കുറയണനുസരിച്ച് ഇക്ക വേഗം അങ്ങ് തേച്ച് വെച്ചോളൂല്ലോ. അപ്പം ആ ഒരു ഡ്യൂട്ടി എനിക്ക് കുറയുമല്ലോ എന്ന് ഓർത്താണ് കേട്ടോ അതെല്ലാം എടുത്ത് വെച്ച്. അപ്പോഴത്തേനും അവക്കടെ വള എടുത്തു വിടുന്ന അതിൻ്റെ ഒപ്പം വെച്ചതാട്ടോ. പണ്ടത്തെ ചുറ്റുവളയില്ലേ, അതാണ് കേട്ടോ ഞാൻ ഈ തവണ മേടിച്ചത്. പിന്നെ ആ ഒരു പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതേ കിച്ചണിലേക്ക് വന്നു കേട്ടോ. ഇനി ചായയൊക്കെ വെച്ച് ബാലൻസ് പണിക്ക് നിൽക്കണം. അപ്പോൾ ഇന്ന് അവർക്ക് സ്കൂളിൽ ഓണപ്പരിപാടിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു തിരക്കും കാര്യങ്ങളും കേട്ടോ. അപ്പോൾ ഓരോ കുട്ടികളാണ് ഓരോ സദ്യയുടെ ഓരോ വിഭവങ്ങൾ കൊണ്ടുവരണ്ടേ. അപ്പം ഞങ്ങൾക്ക് ഇന്ന് കൂട്ടുകറിയാട്ടോ കിട്ടിയേക്കണേ. അതിൻ്റെ ഇടയ്ക്ക് ഇതേ മോന് കരഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇച്ചിരി നേരം അവനെ കളിപ്പിച്ചൊന്ന് സെറ്റാക്കിയിട്ടാട്ടോ ബാലൻസ് പരിപാടിക്ക് നിൽക്കണേ. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഒരു ഓണപ്പരിപാടിക്ക് പോയ ഒരു ഓർമ്മ പോലും എനിക്കില്ല കേട്ടോ, പ്രത്യേകിച്ച് സ്കൂളിൽ. അന്നത്തെ ദിവസം നമ്മളിപ്പോൾ പട്ടുപാവാട വേണം, അല്ലെങ്കിൽ ഇങ്ങനെ എല്ലാവരും പട്ടുപാവാട ഇട്ടുണ്ടാ വന്നേന്നൊക്കെ പറയുമ്പോൾ പോവള്ളല്ലോ, പിന്നെ എന്തിനാ ഇപ്പോൾ പട്ടുപാവാട എന്ന് പറയൂ കേട്ടോ നമ്മുടെ ഉമ്മച്ചിയൊക്കെ. അന്ന് പഠിത്തം ഉണ്ടെങ്കിൽ മാത്രം സ്കൂളിൽ പോയാൽ മതി, പഠിത്തം ഇല്ലെങ്കിൽ സ്കൂളിൽ പോയില്ലെങ്കിലും കുഴപ്പമില്ല, അങ്ങനെ ഒരു കൺസെപ്റ്റായിരുന്നു. എൻ്റെ വീട്ടിൽ മാത്രമല്ല കേട്ടോ, ഞങ്ങളുടെ ചുറ്റുവട്ടത്തെ എല്ലായിടത്തൊക്കെ അങ്ങനെ തന്നെയായിരുന്നു. ഒരു യൂത്ത് ഹോസ്റ്റല്, സ്പോർട്സ് ഡേ, ആനിവേഴ്സറി, അങ്ങനെ ഒന്നിനും അവിടെ ആരും പോകാറില്ല കേട്ടോ. അപ്പം നമുക്ക് കൊള്ളാം, നമ്മളവിടെ കളിച്ച് വീട്ടിലിരിക്കുക. അന്ന് ഇത്രയും ബുദ്ധി ഉറച്ചിട്ടില്ലല്ലോ. ഇതുപോലൊരു മിസ്സിങ് ഉണ്ടാവും, അല്ലെങ്കിൽ പിന്നെ ഒരു സമയത്ത് നമുക്കതൊരു ഭയങ്കര നഷ്ടബോധമായിരിക്കും എന്നുള്ള ബോധമൊന്നും അന്നില്ല. പക്ഷേ ഇന്ന് ആലോചിക്കുമ്പോൾ നമ്മുടെ സ്കൂൾ ലൈഫിൽ അങ്ങനത്തെ യാതൊരുവിധ സന്തോഷങ്ങളും നമുക്ക് ഓർമ്മയിലില്ല കേട്ടോ. നമ്മൾ രാവിലെ പോകുന്നു, തിരിച്ചു വരുന്നു, പിന്നെ കുറച്ച് വിരലിൽ എണ്ണാവുന്ന കുറച്ച് ഫ്രണ്ട്സ്, അത്രേ ഉള്ളൂ കേട്ടോ. അതുപോലെ തന്നെയായിരുന്നേ പ്ലസ് വണ്ണും പ്ലസ് ടുവും. അവിടെ പഠിത്തം, ട്യൂഷൻ, ഇത് തന്നെ. നമ്മൾ സയൻസും കൂടെ ആയതുകൊണ്ട് സയൻസ് എടുത്തേക്കണവർക്കൊക്കെ അറിയായിരിക്കും, നമുക്ക് പഠിക്കാനുള്ള അത് മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് വേറെ ഒരു എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസും ഇല്ലെന്ന് തന്നെ പറയാം കേട്ടോ. അങ്ങനെ പ്ലസ് ടു കഴിഞ്ഞ് കോളേജ് ലൈഫ് സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് കേട്ടോ ശരിക്കും ഈ ഓണ സെലിബ്രേഷൻ, ക്രിസ്മസ് സെലിബ്രേഷൻ, ഡിപ്പാർട്ട്മെൻ്റൽ ഇനാഗുറേഷൻസ്, അതൊക്കെ നല്ല അടിപൊളിയായിട്ട് ആഘോഷിക്കാനും അതിൻ്റെ ആ ഒരു രസം, ഭംഗി, അതിൻ്റെ ഓർമ്മ ഇപ്പോഴും മനസ്സിലുണ്ടെന്ന് പറയാം കേട്ടോ. അതിൽ മറക്കാൻ പറ്റാത്തത് ഞങ്ങളുടെ തേർഡ് ഇയറിലത്തെ ഓണ സെലിബ്രേഷനാണ്. ആദ്യമായിട്ട് ലൈഫിൽ സാരിയൊക്കെ ഉടുത്ത് സദ്യയൊക്കെ കഴിച്ച് ഓണ സെലിബ്രേഷന് പോയത്. ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ഓണ സെലിബ്രേഷൻ എൻ്റെ ലൈഫിൽ അതായിരിക്കും. കാരണം അതിന് മുന്നേ സെക്കൻഡ് ഇയറൊക്കെ നടന്നിട്ടെങ്കിലും അന്ന് സാരിയൊക്കെ തീരുമാനിച്ചപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്നൊന്നും പെർമിഷൻ കിട്ടിയിട്ടില്ല കേട്ടോ സാരി ഉടുക്കാനൊന്നും. അതുകൊണ്ട് തന്നെ അന്ന് എന്തോ ഒരു ചുരിദാറൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്തത്. പക്ഷേ തേർഡ് ഇയറാണ് ആ ഒരു പെർമിഷനൊക്കെ കിട്ടി, പുതിയ സാരിയൊക്കെ ഉടുത്ത് ബ്ലൗസൊക്കെ തയ്ച്ച്. അത് നമ്മൾ കുട്ടികളായിരിക്കുമ്പോൾ നമുക്കിടെ ചെറിയ ആഗ്രഹങ്ങളൊക്കെ നടക്കുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ടല്ലോ, അത് ലൈഫ് ലോങ് നമ്മൾ മറക്കില്ല എന്ന് പറയണേ. അതുകൊണ്ട് തന്നെ എൻ്റെ മക്കൾസിൻ്റെ ആ ഒരൊറ്റ സന്തോഷം മിസ്സാവരുതെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് കേട്ടോ. നമ്മളൊരു സമയം കഴിഞ്ഞിട്ട് അയ്യോടെ ആ സമയത്തേക്ക് നമുക്ക് തിരിച്ചു പോകാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ നടക്കില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഉള്ള സമയം അവർക്ക് നമുക്ക് പറ്റണ പോലെയുള്ള സന്തോഷങ്ങളൊക്കെ കൊടുക്കുക. ഇതൊന്നും നമ്മൾ തടഞ്ഞു വെക്കേണ്ട കാര്യങ്ങളല്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇന്നലെ അത്രയും ലേറ്റ് നൈറ്റായിട്ട് ഞാനൊരു കുറച്ച് എഫേർട്ട് കൂടുതൽ ഇട്ടിട്ടും അവക്കടെ ഇഷ്ടത്തിന് തയ്ച്ച് റെഡിയാക്കി ഇന്നങ്ങ് സെറ്റാക്കി കേട്ടോ. പിന്നെ കൂട്ടുകറി, അപ്പോൾ ഇക്ക എന്നോട് ചോദിച്ചേ, നീ ഈ സമയമില്ലാത്തപ്പോൾ എന്തിനാ കൂട്ടുകറിയൊക്കെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് ഏറ്റേ, ഒരു അച്ചാറൊക്കെ പറഞ്ഞാൽ പോരായിരുന്നു എന്ന്. പക്ഷെ മോൾക്ക് എന്തെങ്കിലും ഒരു സ്പെഷ്യലായിട്ടുള്ള കറി തന്നെ കൊടുത്തു വരണമെന്ന് നിർബന്ധമായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് കേട്ടോ ഞാനിത് സെലക്ട് ചെയ്തത്. ഞാൻ പൈനാപ്പിൾ പച്ചടി ആയിരുന്നു ആദ്യം എടുത്തത്, പിന്നെ അത് വേറൊരു പേരൻ്റ് ഏറ്റെടുത്തുകൊണ്ട് പിന്നെ കൂട്ടുകറി അങ്ങ് പിടിച്ചു എന്നുള്ളൂ കേട്ടോ. അതിന് ഒരു റീസണോടെ ഞാൻ പറയാം. എൻ്റെ മക്കൾസ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ കാര്യങ്ങൾക്ക് വരെ ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യണ കൂട്ടത്തിലാട്ടോ. നമ്മളൊരു കറി ഉണ്ടാക്കി കൊടുത്താലും, അതിപ്പോൾ ഞാനെന്നല്ല ആരായിക്കോട്ടെ, അവർക്ക് ഇഷ്ടമുള്ള ഒരു കറി ഉണ്ടാക്കി കൊടുത്താലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം മേടിച്ചു കൊടുത്താലൊക്കെ അവരവരുടെ സ്നേഹം ഭയങ്കരമായിട്ട് എക്സ്പ്രസ് ചെയ്യും. കെട്ടിപ്പിടിച്ച് ഉമ്മ തരും. അതുപോലെ തന്നെ സൂപ്പറായിട്ട് ഉമ്മയെന്ന് പറയും കേട്ടോ. അപ്പം ആ ഒരു ഇത് കേൾക്കാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ലൈഫിലെ ഏറ്റവും സന്തോഷമുള്ള കാര്യം എന്ന് പറയുന്നത് അവരുടെ ആ ഒരു അപ്രീസിയേഷൻ കേൾക്കാൻ വേണ്ടിയിട്ടാട്ടോ. അതിന് വേണ്ടി തന്നെ ഞാൻ ചെറിയ ചെറിയ സർപ്രൈസുകളായാലും, എനിക്ക് എത്ര വയ്യെങ്കിൽ കൂടിയും അല്ലെങ്കിൽ എനിക്ക് പറ്റാത്തൊരു സാഹചര്യമാണെങ്കിൽ കൂടിയും ഞാൻ
ഞാൻ എൻ്റെ 100% ഇട്ടിട്ട് ചെയ്യണ ഒരു കാര്യം എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടായിരിക്കും കേട്ടോ. അതൊരു പ്രത്യേക സന്തോഷം തന്നെയാണ്. പിന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഈ ഒരു സമയത്തൊക്കെ അല്ലേ അവർ നമുക്കടെ ഇഷ്ടത്തിന് ഒരുക്കി അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് കൊണ്ടു നടക്കാൻ പറ്റുള്ളൂ. കുറച്ചുകൂടെ വലുതായി കഴിയുമ്പോൾ അവർ നമ്മളെപ്പോലെ തന്നെ ഒരു വ്യക്തികൾ ആവുമല്ലേ. ആ വ്യക്തികൾ അവർക്കിടേതായ തീരുമാനങ്ങൾ, അവരുടേതായ ഇഷ്ടങ്ങൾ. അപ്പോൾ നമ്മൾ അവരൊരു തെറ്റ് ചെയ്താൽ തിരുത്തി കൊടുക്കാമെന്നല്ലാണ്ട് ഇന്നതുപോലെ ചെയ്യുമെന്ന് അവരോട് ഒരിക്കലും പറയാൻ പറ്റില്ല. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഇഷ്ടങ്ങൾക്ക് നിൽക്കണം, അല്ലെങ്കിൽ ഈ ഒരു സമയം അവരോടൊപ്പം മാക്സിമം ആസ്വദിച്ച് സന്തോഷിച്ച് പോകാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് കേട്ടോ ഞാൻ എൻ്റെ കാര്യം മാത്രമാണ് പറയണത്. മറ്റുള്ളവർക്ക് പല പല കാഴ്ചപ്പാടുകളുണ്ടാവും കേട്ടോ. അതുകൊണ്ട് തന്നെ കുറച്ച് എഫേർട്ട് കൂടുതലെടുക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ. അങ്ങനെ ആ ഒരു പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കൂട്ടുകറിക്കുള്ള കടലയിൽ നിന്ന് തന്നെ കുറച്ചെടുത്ത് വേഗം തന്നെ ഒരു തട്ടിക്കൂട്ട് കടലക്കറി വെച്ചു കേട്ടോ. കടലക്കറി തട്ടിക്കൂട്ടാണെങ്കിലും നല്ല ടേസ്റ്റി ആയിട്ടുള്ള കടലക്കറിയാണ് ഇത്. പിന്നെ ബാലൻസ് കടല കൂട്ടുകറിക്ക് തന്നെ മാറ്റി വെച്ചു. ഏത്തക്ക കിട്ടിയിട്ടുണ്ടായില്ല കേട്ടോ. അപ്പോൾ പിന്നെ ഏത്തക്ക വാങ്ങാൻ വേണ്ടി രാവിലെയൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കുറച്ച് പൊറോട്ടയും മേടിച്ചു കൊടുന്നു. അപ്പോൾ രാവിലെ ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ആ ഒരു പരിപാടി കുറവാട്ടോ. ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്താൽ മതിയല്ലോ. രാവിലെ അല്ലെങ്കിലും എത്രയൊക്കെ നേരത്തെ എഴുന്നേറ്റു എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല, സമയം പോണ വഴി അറിയില്ല. പിന്നെ ഈ മക്കൾസ് ഇങ്ങനെ നല്ല വാശിയും കരച്ചിലൊക്കെ ആണെങ്കിൽ അവരുടെ പുറകെ തന്നെ പോയി കുറേ സമയം പോകും. നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഒരു കാര്യം ചെയ്തുകൊണ്ട് നിൽക്കാൻ പറ്റില്ലല്ലോ. ഇന്ന് അതുപോലെ തന്നെ നല്ല വാശിയുള്ള ഒരു ദിവസമാട്ടോ. രണ്ടുപേരും മത്സരിച്ച് കരച്ചില്ല. രണ്ടുപേർക്കും ഞാൻ തന്നെ എടുക്കണം എന്നുള്ള നിർബന്ധം. പിന്നെ മഴ പെയ്യണോണ്ട് മുറ്റത്തേക്ക് ഇറക്കിക്കൊണ്ട് പോകാനും പറ്റില്ല. അതിൻ്റെ ഒരു ഈർഷ്യം ഉണ്ട് കേട്ടോ. പിന്നെ ഇക്ക എന്തൊക്കെയോ പറഞ്ഞ് അവിടെ പിടിച്ചു വെച്ചിട്ട് നിൽക്കണുണ്ട്. പിന്നെ മൂത്തവർ ഇന്നിപ്പോൾ പരിപാടിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ നേരത്തെ എഴുന്നേറ്റിട്ടുണ്ട്. അതിൻ്റെ അലമ്പും ഓട്ടവും പാച്ചിലും ഒരു വശത്ത്. രണ്ടുപേരും അവിടെ ഡ്രസ്സ് എടുത്തിട്ട് ഇപ്പം തന്നെ റെഡി ആവണം എന്നുള്ള വാശിയിലാട്ടോ. ഞാൻ ഇപ്പോഴേ റെഡിയാക്കി നിർത്തിയാൽ പോകാറാവുമ്പോഴത്തേനും എന്തെങ്കിലുമൊക്കെ അതിലാക്കിയിട്ടുണ്ടാവും. അപ്പോൾ ആ സമയമാകുമ്പോഴത്തേനും റെഡിയാക്കി നിർത്തുന്നതാലോ നല്ലതെന്ന് ഓർത്തിട്ട് അവരെ ഒരു പ്രകാരം അങ്ങ് പിടിച്ച് നിർത്തിയേക്കോ കേട്ടോ. ആ ഗ്യാപ്പിൽ വേഗം തന്നെ കൂട്ടുകറി സെറ്റാക്കി വെച്ചേ. സദ്യയിൽ എൻ്റെ ഏറ്റവും ഫേവറേറ്റാണ് കേട്ടോ കൂട്ടുകറി. കഷ്ണങ്ങളൊക്കെ കുറച്ച് വലുതായി പോയി നുറുക്കി. ഇപ്പോൾ പെട്ടെന്ന് തട്ടിക്കൂട്ടിയതാണ്. എങ്കിലും നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ കൂട്ടുകറിയൊക്കെ റെഡിയാക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് വേഗം അവരെ ഒരുക്കാനും ഒക്കെ ആയിട്ട് നിന്നു. അല്ലെങ്കിലും വിശേഷ ദിവസം അശേഷ പട്ടിണി എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് കേട്ടോ. ഇന്നലെ വരെ നല്ല വെയിലായിരുന്നിട്ട് ഇന്ന് കറക്റ്റായിട്ട് മഴ തുടങ്ങി. അതുകൊണ്ട് തന്നെ അവർക്ക് പൂവെടുക്കാനൊന്നും പോകാൻ പറ്റിയില്ല കേട്ടോ. വൈകിട്ട് എന്തൊക്കെയോ തിരക്കുകളിൽ അങ്ങ് മറന്നും പോയി. ഇപ്പോൾ ഓണപ്പരീക്ഷ, നബിദിന പരിപാടി എല്ലാം കൂടെ മക്കൾസ് ഭയങ്കര ബിസിയാട്ടോ. ഓണപ്പരീക്ഷയായിട്ട് എനിക്ക് തലവേദന പിടിക്കണ പോലെയായിരുന്നു. രണ്ടുപേരെ പഠിപ്പിക്കൽ, അതിൻ്റെ ഒരു സ്ട്രെസ്സ് കാര്യങ്ങളോ, ഒപ്പം ഈ കുഞ്ഞുമക്കൾ. അതിൻ്റെ ഇടയ്ക്ക് ഇനി ഓണപ്പരിപാടിയും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളൊന്ന് ഫ്രീ ആവുമല്ലോ എന്നുള്ള ഒരൊറ്റ സമാധാനം കേട്ടോ. അത് കഴിഞ്ഞാലും ഫ്രീ ആവുമൊന്നുമില്ല. പിന്നെ നേരെ നബിദിനത്തിൻ്റെ പ്രാക്ടീസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പോകണം. മോളൊപ്പനയ്ക്കും പാട്ടിനും കഥയ്ക്കും മോൻ ഫ്ലവർ ഷോയ്ക്കും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ പ്രാക്ടീസ് മിക്കപ്പോഴും മദ്രസ കഴിഞ്ഞ് കഴിയുമ്പോൾ പ്രാക്ടീസും കാര്യങ്ങളും അതിൻ്റെ പുറകെ കൊണ്ടുപോയി വിടാനും വിളിക്കാനും ഒക്കെ ആയിട്ട് പോകണം. പിന്നെ നമ്മൾ വീട്ടിലിരുത്തി ഇതൊക്കെ പഠിപ്പിക്കുകയും ചെയ്യണമല്ലോ. അങ്ങനെ എന്തായാലും ഈ ഓണം വെക്കേഷൻ നല്ല തിരക്കായിട്ട് അങ്ങ് പോകും കേട്ടോ. പിന്നെ നബിദിനവും കാര്യങ്ങളും അവർക്ക് അത് ഒരു പ്രത്യേക ഇഷ്ടം തന്നെയാണ് കേട്ടോ. നമുക്കൊരു പ്രത്യേക സന്തോഷമല്ലേ നബിദിനത്തിൻ്റെ പരിപാടി. അതുകൊണ്ട് എന്തായാലും ഈ ഒരു 2 ആഴ്ച നല്ല തിരക്കുള്ള ദിവസം. കൂട്ടുകാർക്കുള്ള തേങ്ങയും കാര്യങ്ങളൊക്കെ ചെറിയിക്കൊണ്ട് നിന്നപ്പോഴത്തേനും മക്കൾസ് എന്ന ചായ കൊടുക്കാന്ന് ഓർത്ത് അവർക്ക് ചായ കൊടുക്കട്ടെ വേഗം. പിന്നെ ഈ കൈ കഴിച്ചു. അങ്ങനെ ആ ഒരു പരിപാടി കഴിയുമ്പോൾ തന്നെ ഇത് വേഗം സെറ്റാക്കിയിട്ട് ബാക്കി അവരെ ഒരുക്കാനൊക്കെ വരാമെന്ന് വെച്ചു. ഇനി അതിൻ്റെ ഇടയ്ക്ക് അവർക്ക് കൊണ്ടുപോകാനുള്ള ഇലയും കാര്യങ്ങളും വെട്ടാനും വേറെ ഉണ്ട് കേട്ടോ. ഓരോരുത്തരും അവർക്ക് കഴിക്കാനുള്ള ഇലയും കൊണ്ടുപോയി ചെല്ലണം. പായസം കുടിക്കാനുള്ള ഗ്ലാസും. ചോറും പായസവും സാമ്പാറും ഒക്കെ സ്കൂളിൽ നിന്ന് ഉണ്ടാവും കേട്ടോ. ബാലൻസ് കറികൾ ഓരോരുത്തരായിട്ട് കൊണ്ടുവരും. അപ്പോൾ ഓരോരുത്തർ ഓരോ കറികൾ ഏറ്റെടുത്തിട്ടുണ്ട് കേട്ടോ. എന്തായാലും മക്കൾസ് നല്ല ഹാപ്പി ആട്ടോ. കാരണം ഈ സദ്യ പായസമൊക്കെ ഒരു പ്രത്യേക ഇഷ്ടമാണ് എൻ്റെ മക്കൾസിന്. അപ്പോൾ ഏറ്റവും കൂടുതൽ സ്കൂളിലെ ഫങ്ഷൻസിൽ അവർക്കിഷ്ടം ഈ യൂത്ത് ഫെസ്റ്റിവലും ഈ ഓണപ്പരിപാടി കേട്ടോ. അപ്പോൾ ഇന്ന് പായസം കുടിക്കാം, സദ്യ കഴിക്കാം, അതിൻ്റെയൊക്കെ ഒരു എക്സൈറ്റ്മെൻറ്റ് നന്നായിട്ടുണ്ട്. ഒപ്പം റെഡി ആവാൻ ഒരു പുതിയ ഉടുപ്പ് കിട്ടുമ്പോൾ നമ്മളും കുട്ടികളായിരിക്കുമ്പോൾ അങ്ങനെയല്ലേ, പുതിയ ഉടുപ്പിട്ട് റെഡി ആവാനും മുല്ലപ്പൂ കുത്താനൊക്കെ നല്ല സന്തോഷമായിരിക്കുമല്ലോ. ഇപ്പോൾ പിന്നെ എല്ലാം പ്ലാസ്റ്റിക്കാണ് കേട്ടോ. ഒറിജിനൽ മുല്ലപ്പൂവൊന്നുമല്ല, പ്ലാസ്റ്റിക് പൂ മേടിച്ച് വെച്ചേക്കണത് അങ്ങ് കുത്തി വിടുക. അതിൻ്റെ ഇടയ്ക്ക് പിന്നെ ഇല വെട്ടാനായിട്ട് പോയി. അപ്പോൾ ഒരാൾക്ക് ഇലത്തുമ്പ് കിട്ടിയിട്ടോ, അടുത്തയാൾക്ക് തുമ്പില്ല. അപ്പോൾ തുമ്പില്ലെങ്കിൽ ഞാൻ ഇല കൊണ്ടുപോവില്ല. അവിടെ അടുത്ത പ്രശ്നം. പിന്നെ കുറേ നേരം തപ്പിയിട്ടാണ് കേട്ടോ നല്ലൊരു ഇലത്തുമ്പ് കിട്ടിയത്. കാര്യം തുമ്പുകളുണ്ട്, ഈ മഴയായതുകൊണ്ട് തന്നെ എല്ലാം പൊട്ടിപ്പോയേക്കുക.
വേഗം തന്നെ അത് വെട്ടിക്കൊണ്ട് വന്ന് കഴുകി ഗ്യാസിൽ തന്നെ അങ്ങ് വാട്ടി ഓരോരുത്തർക്കും ഓരോ കൂട്ടിലാക്കി റെഡിയാക്കി കൊടുത്തു കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് കൂട്ടുകറി 2 പേർക്കും ഓരോ ചുറ്റുപാത്രത്തിലാക്കി അതും ബാഗിൽ സെറ്റ് ചെയ്ത് വെച്ചു. ഇന്ന് പിന്നെ ബുക്കും പുസ്തകവും കാര്യങ്ങളൊന്നും കൊണ്ടുപോകണ്ടല്ലോ. പിന്നെ മോനക്ക് സ്നാക്സും തിരക്കിൻ്റെ ഇടയ്ക്ക് കൊടുത്തു വിടാൻ മറന്നു കേട്ടോ. പിന്നെ ഇന്ന് സദ്യയും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് അത് കുഴപ്പമില്ല. വെള്ളവും അവർക്ക് കുടിക്കാനുള്ള വെച്ചു. ഇതാണ് കേട്ടോ ഫൈനൽ ഔട്ട്പുട്ട്. ഡ്രസ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ചെറിയ മുടിയൊക്കെ കെട്ടി ചെറിയൊരു മേക്കപ്പും ഒക്കെ കഴിഞ്ഞ് ഇച്ചിരി നേരം ഫോട്ടോയൊക്കെ എടുക്കാൻ നിന്നു. മഴ പെയ്തുകൊണ്ട് തന്നെ ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല. ഈ ഒരു കോപ്രായങ്ങളൊക്കെ വീഡിയോ എടുക്കാൻ മാത്രമേ കേട്ടോ പറ്റുള്ളൂ. ഫോട്ടോ എടുക്കാൻ മറന്നുപോയി എന്ന് തന്നെ പറയാം. പിന്നെ കുറച്ച് നേരം അവരുടെ ഒരു ഷോ ഓഫും കറങ്ങലും ചിരിയും കളിയും ഒക്കെ ആയിരുന്നു. പിന്നെ വേഗം തന്നെ ഇനി സമയം വൈകിക്കാണ്ട് ഇക്കങ്ങ് കൊണ്ടുപോയി വിടാമെന്ന് വെച്ചു കേട്ടോ. ചെറിയ മഴ പൊടിയലേ ഉണ്ടായുള്ളൂ. അപ്പോൾ അവർ പറഞ്ഞു ഇനി കോട്ടൊന്നും ഇടണ്ട, ഞങ്ങൾ പെട്ടെന്ന് പൊക്കോളാമെന്നും പറഞ്ഞാൽ ഇക്ക മാത്രം കോട്ടിട്ടു കേട്ടോ. അവർ കോട്ടിട്ടില്ല, അവരുടെ മേക്കപ്പൊക്കെ പോകുമെന്നും പറഞ്ഞ്. അങ്ങനെ മക്കൾസും ഇക്കായും പോയിട്ടോ. അത് കഴിഞ്ഞ് തിരിച്ച് കയറി വന്നു കഴിഞ്ഞാൽ കുഞ്ഞുമക്കൾ ഇച്ചിരി നേരം പാലൊക്കെ കൊടുത്തൊന്ന് സെറ്റാക്കിയിട്ട് ഒത്തിരി പാത്രവും കാര്യങ്ങളും കഴുകാനുണ്ടായിരുന്നു. അതൊക്കെ വേഗം ഒന്ന് കഴുകി സെറ്റാക്കിയപ്പോഴത്തേനും മോനെ എഴുന്നേറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. മോനെ പിന്നെ ഒന്നങ്ങ് കളിപ്പിച്ച് നിന്ന് ഗ്യാസ് സ്റ്റൗവും ആ കൗണ്ടർ ടോപ്പും ഒക്കെ ഒന്നങ്ങ് ക്ലീൻ ചെയ്ത് ബാക്കി പാത്രങ്ങളും കഴുകി സെറ്റാക്കി വെച്ച് അടുത്ത ഡ്യൂട്ടിക്ക് പോകണം കേട്ടോ. ഇനി അപ്പോഴത്തേനും മോൾ എഴുന്നേക്കും. പിന്നെ അവരെ ഒന്ന് കുളിപ്പിക്കണം, അവർക്ക് ഭക്ഷണം കൊടുക്കണം. പിന്നെ വേണം കേട്ടോ എനിക്ക് ഭക്ഷണം കഴിക്കാൻ. ചിലപ്പോൾ മാത്രമേ കുളിയൊക്കെ കഴിഞ്ഞ് അവരൊന്ന് ഉറങ്ങാറുള്ളൂ. ഉറങ്ങിയില്ലെങ്കിൽ അവരെ വച്ചിട്ട് തന്നെ നമ്മുടെ ഭക്ഷണം കഴിക്കണം. ഏകദേശം ഒരു 11 മണി 11:30 ആവും കേട്ടോ നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഇപ്പോഴത്തെ റുട്ടീനൊക്കെ എങ്ങനെയാണ്. പിന്നെ ഇവർ കുറച്ചങ്ങ് വലുതായി കഴിയുമ്പോൾ ഇതൊക്കെ സെറ്റാവുമല്ലോ. പെട്ടെന്ന് വലുതാവും മക്കൾസ്, നമ്മൾ വിചാരിക്കും പോലെ അല്ലാന്നേ. അപ്പോൾ നമുക്ക് തോന്നും അയ്യോടാ എത്ര പെട്ടെന്ന് അവരങ്ങ് വലുതാവണ്ടായിരുന്നു എന്ന്. കാരണം അതങ്ങനെയാണ്. നമ്മൾ അമ്മമാർക്ക് അത് പെട്ടെന്ന് മനസ്സിലാവില്ലേ. ഇപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. വീണ്ടും നല്ല വീഡിയോകൾ കാണും വരേക്കും. ബൈ ഫ്രണ്ട്സ്.